ഡയറി വിൽപ്പനയിലും റെക്കോർഡിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദിനംപ്രതി വിറ്റുപോകുന്നത് 5000-ന് മുകളിൽ ഡയറികളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റിയുള്ള വിവരങ്ങൾ, ദേവസ്വം പരിധിയിൽ വരുന്ന ക്ഷേത്രങ്ങൾ, ശബരിമല ഐതിഹ്യം എന്നിവയൊക്കെയുണ്ട് ഡയറിയിൽ. പുതുവത്സരത്തിന് മുൻപ് തന്നെ പല പ്രസ്ഥാനങ്ങളും അതേപോലെ തന്നെ പലരും ഡയറികൾ ഇറക്കുകയും ആ ഡയറി വിൽപ്പനയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ഡയറി വിൽപ്പനയിലൊക്കെ ഗണ്യമായ കുറവ് വന്നു. എന്തായാലും ഈ ഡയറി വിൽപ്പനയിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. നമ്മൾ ഈ കാണുന്ന ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഏകദേശം ഒരു 300-ന് മുകളിലേക്കൊക്കെയാണ് ഡയറി വിൽപ്പന എന്നുള്ളതാണ്. ഡയറിയിലൂടെ മാത്രം വലിയ വരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരു ഷോപ്പ് മാത്രമാണ്. ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഷോപ്പ് കൂടെ ഉണ്ട്. ഇപ്പോൾ 3 ഷിഫ്റ്റായി ജീവനക്കാർ തൊഴിലെടുക്കുന്നുമുണ്ട്. ചേട്ടാ, എത്ര ഡയറിയൊക്കെ ഒരു ദിവസം ഇവിടുന്ന് പോകും? ഏകദേശം ഒരു 100 ഡയറീൻ്റെ അടുത്ത് ഇവിടുന്ന് ഒരു പോകും. നമ്മുടെ ഷിഫ്റ്റിൽ ഒരു 25. അത് 3 ടൈപ്പ് ഡയറി ഉണ്ട്. ഡയറിക്ക് എത്ര രൂപ വെച്ചാൽ? അത് VIP ഡയറി 300 രൂപയാണ്. അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറി 220 രൂപയാണ്. പിന്നെ പോക്കറ്റ് ഡയറി, സ്മോൾ ഡയറി 80 രൂപയാണ്. കലണ്ടർ 50 രൂപ. കലണ്ടറിനധികം അങ്ങനെ ആളുകൾ ഉണ്ടാവില്ല, കാരണം തമിഴ്നാട്, കർണാടക, ഇത് മലയാളം കലണ്ടറാണ്. മലയാളമാണ് ഇതിൽ കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്നത് തെലുങ്ക്, കന്നഡ അത്തരം കലണ്ടറിനാണ് അന്വേഷിക്കുന്നത്. പിന്നെ മൾട്ടി കളറിനും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ മൾട്ടി കളർ നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്കില്ല. മണ്ഡലകാലത്ത് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയായിരുന്നു? സെയിൽ ഉണ്ടായിരുന്നു? സെയിൽ നല്ല സെയിലായിരുന്നു. സെയിൽ മിക്കവാറും ദിവസങ്ങളിൽ സെയിലുണ്ട്. കാരണം വെച്ചാൽ ദേവസ്ഥാനത്തുള്ള ഒരു ഡയറി കലണ്ടർ എന്നുള്ളതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇവിടെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് ഷോപ്പിനെക്കാട്ടും നമുക്ക് വില കുറവാണ്. അതുകൊണ്ട് അവിടെയൊക്കെ ഈ 220 ഡയറി 300 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണ്, നല്ല ഫുൾ പേജാണ്. എന്തായാലും ആ ഡയറി വീണ്ടും സ്റ്റോക്കിലെത്തിയിരിക്കുകയാണ്. കനത്ത തിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ വീണ്ടും ഡയറി വിൽപ്പന കുതിച്ചുയരുകയും ചെയ്യുവാണ്. ഈ പുതുവത്സര ദിനവുമായി ബന്ധപ്പെട്ടും കനത്ത തിരക്ക് തുടരുന്ന സാഹചര്യത്തിൽ ആ സമയത്തും കനത്ത രീതിയിൽ തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ആളുകൾ ഡയറി വാങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പല പ്രസ്ഥാനങ്ങളും ഡയറി ഇറക്കുന്നുണ്ടെങ്കിലും അതിലേറ്റവും വിജയകരമായി മുൻപോട്ട് ഈ വർഷവും പോകുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് റീജു ഇന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, റിപ്പോർട്ടർ സന്നിധാനം.